തിരുവനന്തപുരം പൂവച്ചൽ ബഡ് സ്കൂൾ കേന്ദ്രീകരിച്ച് വൻ അഴിമതിയെന്ന് ആരോപണം. ബില്ലുകൾ മാറാൻ അധ്യാപിക പ്രിൻസിപ്പൽ എന്ന ലേബലിൽ സീലുണ്ടാക്കി ബില്ലുകൾ മാറിയെടുത്തതായും പരാതി. സാമ്പത്തിക ക്രമക്കേട് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പൂവച്ചൽ ബഡ് സ്കൂൾ കേന്ദ്രീകരിച്ച് വൻ അഴിമതിയെന്നാണ് ആരോപണം. ബില്ലുകൾ മാറാൻ അധ്യാപിക പ്രിൻസിപ്പൽ എന്ന ലേബലിൽ സീലുണ്ടാക്കി ബില്ലുകൾ മാറിയെടുത്തതായും മറ്റും നേരത്തെ തന്നെ ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് അധ്യാപികയെ താക്കീത് ചെയ്തിരുന്നു. എന്നാൽ കുട്ടികളുടെ ഭക്ഷണം, പച്ചക്കറി, പാചകവാതകം ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിൽ അധിക കണക്കുണ്ടാക്കി തുക വെട്ടിയതായും ആരോപണമുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിൽ കുട്ടികളെ എത്തിക്കാൻ പോകുന്ന ബസിന് ദിനവും 150-ലധികം കിലോമീറ്റർ ഓടിച്ചതായി കാണിച്ച് പണം തട്ടിയെടുത്തതായും ആരോപണമുണ്ട്. കാട്ടാക്കട പുന്നാംകരിക്കകത്ത് 56 വിദ്യാർത്ഥികളുമായി പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിലാണ് അധ്യാപികയും സ്കൂൾ ബസ് കരാർ ജീവനക്കാരനുമായി ചേർന്ന് സാമ്പത്തിക ക്രമക്കേട് നടത്തിയത്. ഈ പറയുന്നത് അരിയുടെ കാര്യത്തിന്റെ അല്ല, മുട്ടയുടെ ആയിരുന്നാലും ഇറച്ചിയുടെ ആയിരുന്നാലും എല്ലാത്തിനും കണക്കുണ്ട്. ആ കണക്ക് വെച്ചാണ് ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ വന്നത്. ഞങ്ങളുടെ ഭരണസമിതി ഇതിന് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ ബഡ് സ്കൂളിന് ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്നത് MLA ആണ്. എവിടെ പോയി അദ്ദേഹം? ഇവർ തമ്മിൽ അസ്വാരസ്യത്തിലായതോടെയാണ് തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ വാങ്ങുന്ന പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ബില്ലുകൾ മുക്കി പകരം ഇവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ നിന്നും കൂടുതൽ തുക എഴുതി വ്യാജ ബില്ലുകൾ ചവച്ച് പണം തട്ടിയതായും ആരോപണമുണ്ട്. 56 കുട്ടികളാണ് വിവരാവകാശ നിയമപ്രകാരം ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ പോയി അന്ന് പരിശോധിച്ചപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ 56 കുട്ടികൾ കണ്ടിട്ടില്ല. കാരണം അവര് അഡ്മിഷൻ എടുത്ത രജിസ്റ്ററിൽ 56 കുട്ടികൾ കാണുന്നുണ്ട്. ബഡ് സ്കൂൾ വിവാദം വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.